മഷ്റൂം ഗ്രോത്ത് ഈസ് ഫോളോഡ് ബൈ മഷ്റൂം ഡിക്കേ. ഐ റിപ്പീറ്റ്, മഷ്റൂം ഗ്രോത്ത് ഈസ് ഫോളോഡ് ബൈ മഷ്റൂം ഡിക്കേ. എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നോ അത് എളുപ്പത്തിൽ പോവുക തന്നെ ചെയ്യും. അതാണ് എനിക്ക് ഇനീഷ്യലി മാർക്കറ്റിലേക്ക് വരുന്നവരോട് പറയാനുള്ളത്. സോ മെജോറിറ്റി ഓഫ് ദ ആളുകളും ഇതിലേക്ക് വരുന്നത് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ കാണുന്ന പ്രോഫിറ്റ്സിന്റെ സ്ക്രീൻഷോട്ട് കണ്ടിട്ടായിരിക്കും. ഇതൊരു ഈസി ഗെയിമാണെന്നാണ് എല്ലാവരുടെയും വിചാരം. ബട്ട് ഇൻ ദ റിയാലിറ്റി ഇറ്റ്സ് നോട്ട്. 50,000 പ്രോഫിറ്റ്, 60,000 പ്രോഫിറ്റ്, അതും 20 മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ 1 അവറിനുള്ളിൽ മേക്ക് ചെയ്തു എന്നൊക്കെ പറയുമ്പോഴും നമ്മളിപ്പോൾ എല്ലാവരും ചിന്തിക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും പെട്ടെന്ന് ഇത്രയും പ്രോഫിറ്റോ. പക്ഷെ ആരും ചിന്തിക്കുന്നില്ല എത്ര രൂപയാണ് അവന് ക്യാപിറ്റൽ യൂസ് ചെയ്തേക്കുന്നത്. അവന് 1 ലക്ഷത്തിൽ നിന്നാണോ 50,000 ഉണ്ടാക്കിയത്, അതോ 5 ലക്ഷത്തിൽ നിന്നാണോ 50 ലക്ഷത്തിൽ നിന്നാണെന്നുള്ള ചിന്ത ആർക്കും പോകുന്നില്ല. അതാണ് അതിൻ്റെ അകത്ത് മെയിൻ ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ടെന്ന് പറയുന്നത്. എത്ര രൂപ അവൻ യൂസ് ചെയ്തു, എത്ര റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് അവൻ ഉണ്ടാക്കി, അതാരും ചിന്തിക്കുന്നില്ല. അത് മിക്കവരും കാണിക്കുന്നുമില്ല. അപ്പോൾ ആദ്യം കുറച്ച് പ്രോഫിറ്റ്സ് കിട്ടുന്നതിന് ശേഷം ആളുകൾ വല്ലാണ്ട് ഓവർ കോൺഫിഡന്റ് ആവും. എന്നിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സാധാരണ റിസ്ക് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ റിസ്ക് ചെയ്യും. എന്നിട്ട് ഏറ്റവും അവസാനം അവരുടെ മൊത്തം ക്യാപിറ്റൽ കൊണ്ടുപോയി നശിക്കുകയാണ് സാധാരണ ചെയ്യാറ്. എല്ലാവർക്കും ഇതിനകത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയും. പക്ഷെ ഇപ്പോൾ ഒരൊറ്റ ദിവസം നിങ്ങൾ ഒരു അബ്നോർമൽ പ്രോഫിറ്റ് ഉണ്ടാക്കി, അതെങ്ങനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യും, നിങ്ങളുടെ ക്യാപിറ്റൽ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിലാണ് ഇതിന്റെ വ്യത്യാസം ഇരിക്കുന്നത്. അതിലാണ് ഇതിലെ ഗെയിം തന്നെ മൊത്തത്തിൽ മാറുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനീഷ്യലി തന്നെ പ്രോഫിറ്റ്സിന്റെ പുറകെ പോവാണ്ട് നിങ്ങളുടെ ക്യാപിറ്റൽ പ്രിസർവ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഒരു അബ്നോർമൽ പ്രോഫിറ്റ് ആണ് നിങ്ങൾക്ക് ഒരു സിംഗിൾ ഡേയിൽ കിട്ടുന്നതെങ്കിൽ അത് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാമെന്ന് പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഇമോഷൻസ് ആയ ഗ്രീഡും ഫിയറും ഇതിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുക.